ഡ്രഗിന്റെ പ്രൊക്യൂർമെന്റ് പറയുന്ന സമയം ഈ ABCVEDLEOQ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, സോ അതെല്ലാം നമ്മൾ ഇൻവെന്ററി കൺട്രോള് പഠിച്ച സമയം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം ABCVEDFSN എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് നമ്മൾ പഠിച്ച ആ സിലബസുമായിട്ട് സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ ഓൾറെഡി ഇൻവെന്ററി കൺട്രോൾ എന്നൊരു ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ടോപ്പിക്കിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്. ഓക്കെ, സോ അതിൻ്റെ അകത്ത് എക്കണോമിക് കൺസിഡറേഷൻസ് നോക്കാനുണ്ട്. എസ്റ്റിമേഷൻ ഓഫ് ഡിമാൻഡ്, സ്റ്റെറൈൽ മാനുഫാക്ചർ, ലാർജ് അല്ലെങ്കിൽ സ്മോൾ വോളിയം പേരൻട്രൽസ്, ദെൻ അതിൻ്റെ ഫെസിലിറ്റീസ്, റിക്വയർമെന്റ്, ലേ ഔട്ട്, ദെൻ ലേ ഔട്ട്, പ്രൊഡക്ഷൻ പ്ലാനിങ്, മാൻ പവർ റിക്വയർമെന്റ്സ്, നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള മാനുഫാക്ചർ എങ്ങനെ വേണം, നോമൻക്ലേച്ചർ ആൻഡ് യൂസ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഹെൽത്ത് അക്സസറീസ്. ഇത്രയുമാണ് മാനുഫാക്ചറിങ്ങിലുള്ളത്. നമുക്ക് പരമാവധി തീർക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷൻ പറയുന്നത് എന്താണോ എന്ന് വെച്ചാൽ, ഇൻ ഇന്ത്യ ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ് ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ഫോർ ദ ഹോസ്പിറ്റൽ അതോറിറ്റീസ്. അപ്പം ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ടല്ല, പഴയ സമയത്ത് അല്ലെങ്കിൽ മുമ്പുള്ള സമയത്തൊക്കെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അതായത് ഭയങ്കര ഒരു ചലഞ്ച് തന്നെയാണ്. അത് ഇതിനു മുമ്പുള്ള കുറെ കമ്മിറ്റികളുണ്ട്. നമ്മൾ ജൂറിസ് പഠിക്കുമ്പോൾ അവിടെ ഹാത്തി കമ്മിറ്റി അല്ലെങ്കിൽ ചോപ്ര കമ്മിറ്റി, അങ്ങനെ കുറെ കമ്മിറ്റികൾ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ആ ഒരു സമയം ഇന്ത്യയില് ഹോസ്പിറ്റൽസിനോട് കൂടെ ചേർന്ന് മാനുഫാക്ചറിങ് ഇല്ല എന്നുള്ളത് ഒരു വലിയ കുറവായിട്ട് ഹാത്തി കമ്മിറ്റി റെഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ ഇന്ത്യ ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ് എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ഫോർ ദ ഹോസ്പിറ്റൽ അതോറിറ്റീസ്. ബിക്കോസ് ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് ഈ പറയുന്ന മാനുഫാക്ചറിങ് ഒരു സ്മോൾ സ്കെയിലെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ ഒരുപാട് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, സോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്ന ആയിക്കോട്ടെ, മെഡിസിൻസിന്റെ അവൈലബിലിറ്റി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഈസിനെസ് ഉണ്ടാവും. ഓക്കെ, സോ അപ്പാർട്ട് ഫ്രം ദിസ് നമ്മുടെ ഹാത്തി കമ്മിറ്റി വേറെയും കുറച്ച് ക്രൈറ്റീരിയകൾ പറഞ്ഞിരുന്നു. അവിടെ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനോ അവരുടേതായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായെങ്കിൽ എന്തൊക്കെയാണ് ഗുണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഏറ്റവും ആദ്യം അവർ പറഞ്ഞത് ക്വാളിറ്റി ഓഫ് മെഡിസിൻ. ഇപ്പം എവിടുന്നോ ഒരു സ്ഥലത്ത് നിന്ന് മാനുഫാക്ചർ ചെയ്ത വരുന്ന ഒരു മെഡിസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ക്വാളിറ്റി എപ്പോഴും കോംപ്രമൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അതിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പം ക്വാളിറ്റി ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് അതാണ്. ടു വാട്ട് എക്സ്റ്റെന്റ് അൺഫെയർ പ്രാക്ടീസ് ബൈ ദ സപ്ലയർ ലീഡ്സ് ടു സപ്ലൈ ഓഫ് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഡിസിൻസും. നമ്മൾ എത്ര നല്ല സപ്ലയർ ആയിക്കോട്ടെ, അവർക്കൊരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ക്വാളിറ്റിയിൽ കോംപ്രമൈസസ് വരുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഹോസ്പിറ്റൽ ഓൺ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിലോ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ, ഹോസ്പിറ്റലിന്റെ റിക്വയർമെന്റ് അനുസരിച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ്. ഓക്കെ, അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് പറയുമ്പോൾ ഇൻ സർട്ടൺ ഡ്രഗ്സ് ഡ്യൂ ലെസ് മാർജിൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൊണ്ടോ ചില ഡ്രഗുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്കിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകുവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ ചില ഡ്രഗ് മാർജിൻ ഓഫ് സേഫ്റ്റി കൊണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറവായത് കൊണ്ടോ മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുവാനുള്ള എണ്ണവും കുറവായിരിക്കും. അതേപോലെ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പൊ രണ്ട് ഹാത്തി കമ്മിറ്റി മുമ്പോട്ട് വെച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് ക്വാളിറ്റി ഓഫ് മെഡിസിനും പിന്നെ അൺഅവൈലബിലിറ്റി ഓഫ് മെഡിസിനും. രണ്ടും മനസ്സിലായോ? ഇനി മൂന്നാമത് നമ്മൾ പറയുന്നത് ഡിലേ ഇൻ സപ്ലൈ. ഡിലേ ഇൻ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ഫ്രം ഔട്ട്സൈഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് റിക്വയർ സം ടൈം ടു കംപ്ലീറ്റ് ദ പ്രൊക്വയർമെന്റ് ഫോർമാലിറ്റീസ്. ഇറ്റ് മേ ലീഡ് ടു ഡിലേ ഇൻ സപ്ലൈ. ഓക്കെ, സോ നമ്മൾ ഓർഡർ ചെയ്യുന്നു,
അവർക്ക് ആ റിക്വസ്റ്റ് കിട്ടുന്നു, അവർക്ക് നമ്മൾക്ക് തിരിച്ച് ആ സാധനം സപ്ലൈ ചെയ്യുവാൻ എടുക്കുന്ന സമയം അതും കുറച്ച് ഡിലേ ആകാം. നെക്സ്റ്റ് ഈസ് കോസ്റ്റ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഒരു ഡെയിലി റിക്വയർമെന്റ് ഉണ്ടാവും മെഡിസിൻസിന്റെ ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് അല്ലെ. അപ്പം ഒരു പോയിന്റിന് ശേഷം നോക്കുകയാണെങ്കിൽ ഒരു ലാർജ് മാർജിനിൽ ഓർഡർ ചെയ്യാതെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവുകയില്ല. എന്നാൽ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടം സംഭവിക്കുന്ന കേസിലും സ്വന്തമായ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിനകത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എക്കണോമിക് കൺസിഡറേഷൻസ്. പ്രൈം ആക്ടിവിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി എന്താ? ടു എൻഷുർ സപ്ലൈ ഓഫ് മെഡിസിൻ ടു ദ പേഷ്യൻറ്റ് ഐദർ ബൈ മാനുഫാക്ചറിങ് ഇൻ ദ ഫാർമസി ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ പർച്ചേസിങ് ഫ്രം ഔട്ട്സൈഡ് കമ്പനീസ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്ലൈ. അപ്പം എക്കണോമിക് കൺസിഡറേഷൻ പറയുമ്പോൾ ഹോസ്പിറ്റൽ ഫാർമസിന്റെ ഫംഗ്ഷൻ ആദ്യം ആലോചിക്കുക. എന്താ ഫംഗ്ഷൻ? ഒന്നെങ്കിൽ മെഡിസിൻ അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുക, അല്ലെങ്കിൽ മെഡിസിൻ പുറത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അവിടെയുള്ള പേഷ്യൻസിന് അവൈലബിൾ ആക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ മൈസൂർ കമ്മിറ്റി ഓക്കെ ഓൺ ഹോസ്പിറ്റൽ ഫാർമസിയിൽ മൈസൂർ കമ്മിറ്റിക്ക് ഒരു കമന്റ് ഉണ്ടായിരുന്നു, എനിക്ക് സജഷൻ ഉണ്ടായിരുന്നു. their suggestion is to have ഓൺ IV ഫ്ലൂയിഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി. സോ അവർ പറയുന്നത് സ്വന്തമായിട്ട് ഒരു IV ഫ്ലൂയിഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം അവിടെ. ഫ്രം ആൻ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് അവരത് പറയുന്നതും കേട്ടോ. ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഒരു മെഷീൻസും മാൻ പവറും ഒക്കെ ഉണ്ടെങ്കിൽ FDA സ്റ്റാൻഡേർഡ്സ് ഒക്കെ കംപ്ലൈ ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാത്രം കൊണ്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് യൂണിറ്റ് സ്ഥാപിക്കാമെന്നാണ് മൈസൂർ കമ്മിറ്റി പറയുന്നത്. സോ ആ ഒരു എൻറ്റയർ ഓപ്പറേഷൻ ഓവറോൾ ബഡ്ജറ്റിന്റെ ഹോസ്പിറ്റലിന്റെ ഓവറോൾ ബഡ്ജറ്റിനെ തന്നെ എഫക്ട് ചെയ്യും. സോ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ അതോറിറ്റീസ് ഒരു IV ഫ്ലൂയിഡ് മെഷീനിങ് ഫെസിലിറ്റി ഉണ്ടാകുന്നത് വളരെയധികം നല്ലതാണ്. നെക്സ്റ്റ് വൺ ഇസ് എസ്റ്റിമേഷൻ ഓഫ് ഡിമാൻഡ്. സോ prior to manufacturing any product, the manufacturer should have the list of type and quantity of medicine അല്ലെങ്കിൽ drug to be produced. The hospital should arrive at a requirement and future demand by forecasting. So ഒരു സാധനം മാനുഫാക്ചർ ചെയ്തതിന് മുമ്പ് എന്തൊക്കെ തരത്തിലുള്ള സാധനം ഹോസ്പിറ്റൽ റിക്വയർഡ് ആണ് എന്നുള്ളത് നമ്മൾ അറിയണം. ആ റിക്വയർമെന്റ് അനുസരിച്ച് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമുക്ക് ഒരു മുൻധാരണ വേണം. അതിന്റെ ഫോർകാസ്റ്റിംഗ് എന്നുള്ള വേർഡ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മുൻപോട്ട് ചിന്തിച്ച് എന്തൊക്കെ വേണം, എത്ര അളവിൽ വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? തിങ്ക് ചെയ്ത് തീരുമാനിക്കണം. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നത്? ഇത്ര സാധനങ്ങൾ ഓർഡർ ചെയ്യണം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് എങ്ങനെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് റെഫറൻസ് ഓഫ് പാസ്റ്റ് ഹിസ്റ്ററി. റെഫറൻസ് ഓഫ് പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ദ ഡേറ്റ ഓഫ് മെഡിസിൻ കൺസ്യൂംഡ് ബൈ ദ ഫാർമസി ആർ എക്സ്റ്റെൻഡഡ് ടു ദ ഫ്യൂച്ചർ ഇൻ ഡിസൈഡിങ് ദ ഡിമാൻഡ് ഓഫ് ഡ്രഗ്സ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മളുടെ ഫാർമസിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കും. ഓക്കെ, അതിനെയാണ് റെഫറൻസ് ഓഫ് പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നേരത്തെ എത്ര അളവിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, എത്ര ഫ്രീക്വന്റ് ആയിട്ട് ആ പ്രിസ്ക്രിപ്ഷൻസ് വരുന്നുണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? എത്രത്തോളം വാങ്ങണം എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് ജഡ്ജ്മെന്റ്. വാട്ട് ഇസ് ജഡ്ജ്മെന്റ്? ദ ഒപ്പീനിയൻ ഓഫ് ക്ലിനിക്കൽ ഫാർമസി സ്റ്റാഫ് ഓഫ് എ ഹോസ്പിറ്റൽ taken into consideration regarding the requirement of medicines in future. അതായത് ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മുൻധാരണയോടുകൂടി, അതായത് എന്താ പറയാ, ഇപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സപ്ലൈ കൂടെ വേണം എന്ന് മനസ്സിലാക്കുന്നതിനാണ് ജഡ്ജ്മെന്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കാഷ്വൽ മോഡ്. കാഷ്വൽ മോഡ് എന്താണ്? by evaluating the medical documents of patients, ഹോസ്പിറ്റലിന് ഒരു സ്പെസിഫിക് കാറ്റഗറി ഓഫ് ഡ്രഗ് അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റും എന്തൊക്കെ വേണം എന്നുള്ളത്. അതാ പറയുന്നത്. ഒന്ന് റെഫറൻസ് ഓഫ് പാസ്റ്റ് ഹിസ്റ്ററി, ജഡ്ജ്മെന്റൽ ആൻഡ് കാഷ്വൽ മോഡൽസ്. റെഫറൻസ് ഓഫ് പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് സെയിൽ ആയിട്ടിരിക്കുന്ന സാധനങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കുക. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലിനിക്കൽ അല്ലെങ്കിൽ ഫാർമസി സ്റ്റാഫിന് വേണ്ടുന്ന ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എടുക്കുക.
കാഷ്വൽ മോഡ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ കേസ് ഷീറ്റ് നോക്കിക്കൊണ്ട് നമ്മൾ എടുക്കുന്നതാണ് കാഷ്വൽ മോഡ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കാറ്റഗറി ഓഫ് ഡ്രഗ് ആൻഡ് കാറ്റഗറി ഓഫ് ഡ്രഗ് ഹോൾ ബ്ലഡ്. ഓക്കെ, ഹോൾ ബ്ലഡ് വേണ്ടുന്നത് ആർക്കാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കാഷ്വാലിറ്റി അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഹോൾ ബ്ലഡിന്റെ ആവശ്യം. ആന്റി ഹൈപ്പർടെൻസീവ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഷ്യൻസ് അഡ്മിറ്റഡ് എവ്രി മന്ത് വിത്ത് ഹൈപ്പർ ടെൻഷൻ. സോ എല്ലാ മാസവും ഹൈപ്പർ ടെൻഷനുമായിട്ട് വരുന്ന ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ ആന്റി ഹൈപ്പർ ടെൻസീവ് എത്ര വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിലോ നമ്പർ ഓഫ് പേഷ്യൻസ് ക്ലെയിം ഫോർ സ്ക്രീനിങ് പീരിയോഡിക്കലായിട്ട് സ്ക്രീനിങ്ങിന് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിന് വേണ്ടത് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഈസ് യൂണിറ്റ് കോസ്റ്റ്. ഓക്കെ, സോ യൂണിറ്റ് കോസ്റ്റ് നമ്മൾ അളക്കുന്നത് അവിടുത്തെ ലാൻഡിന്റെ പ്രൈസ്, ആ പ്രിമിസസിന്റെ പ്രൈസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. റെന്റ് നമ്മൾ കൂട്ടില്ല. ഓക്കെ, ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പാക്ഡ്. ഓക്കെ, സോ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പാക്ഡ്, അതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കുക. യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായ എല്ലാ ചെലവും ലാൻഡിന്റെ പ്രൊമൈസിന്റെ എല്ലാ ടോട്ടൽ കോസ്റ്റും ഡിവൈഡ് ബൈ എത്ര നമ്പർ പാക്ക് ചെയ്തു എന്നുള്ളതാണ് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പാക്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന്റെ പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെയുള്ള മൊത്തം ചെലവുകളെയും ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ആണ് നമ്മൾ പാക്ക് ചെയ്തത് എന്നുള്ളത് ഉദ്ദേശിച്ചു. നെക്സ്റ്റ് വൺ, ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ. ഓക്കെ, സോ ടോട്ടൽ എന്താ പറയാ കോസ്റ്റ്, മൊത്തം കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് യൂണിറ്റിന്റെ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ആണ്. ദാറ്റ് ഈസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ വേരിയബിൾ കോസ്റ്റിനകത്ത് എന്തൊക്കെ വരും? വേരിയബിൾ കോസ്റ്റ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽ, യൂട്ടിലിറ്റി എക്സ്പെൻസസ് ആൻഡ് വേജസ്. ഓക്കെ, ഇത്രയാണ് വരിക. സോ രണ്ട് കോസ്റ്റ് നമ്മൾ പറഞ്ഞു. ജോയിൻ ആവുന്നില്ല. പ്രത്യുഷക്ക് എക്സിറ്റ് ആയി പോയോ? ഒരു മിനിറ്റ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ.
So let's continue. Variable cost and fixed cost. രണ്ട് കോസ്റ്റും ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് എന്താണ്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാറാൻ സാധ്യതയുള്ള കോസ്റ്റുകൾ. മാറാൻ സാധ്യതയുള്ള കോസ്റ്റ് ഏതൊക്കെയായിരിക്കും? ഒന്ന്, നമ്മളിപ്പം വാങ്ങുന്ന റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, പിന്നെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ റേറ്റ്, യൂട്ടിലിറ്റി എക്സ്പെൻസസ്, വേജസ്, ആൾക്കാരുടെ സാലറീസ്, ഇതൊക്കെ വേരിയബിൾ കോസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സാലറി, വേജും ഡെയിലി വേജ് ആൻഡ് സാലറി രണ്ടും വ്യത്യാസമാണ്. ദിവസക്കൂലി, നമുക്ക് മാസശമ്പളവും, രണ്ടും വ്യത്യാസമാണ്. സോ ഫിക്സ്ഡ് കോസ്റ്റിനകത്താണ് സാലറി വരുന്നത്, വേരിയബിൾ കോസ്റ്റിനകത്താണ് വേജ് വരുന്നത് കേട്ടോ. ദെൻ മാർക്കറ്റിംഗ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ക്വാളിറ്റി കൺട്രോൾ, ടെസ്റ്റിംഗ് ചാർജസ്, ഡിപ്രീസിയേഷൻ, വാല്യൂ ഓഫ് മെഷീൻ ആൻഡ് പ്രിമിസസ്, ഇതൊക്കെ എന്താണ്? ഓൾ ദീസ് ആർ ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, എല്ലാം ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റെറൈൽ മാനുഫാക്ചറിങ്. അടുത്ത ഹെഡിങ് ആണ് സ്റ്റെറൈൽ മാനുഫാക്ചറിങ്. സോ അതിൻ്റെ അകത്ത് വരുന്നത്, ഇൻ 1960 the discovery of blood circulation by Harvey, okay, gave a base to formulate parenterals in the form of injections and intravenous mixtures അല്ലെങ്കിൽ fluid. Okay, so enteron എന്നുള്ള വേർഡ് നിന്നാണ് പേരൻട്രൽ വന്നത്. സോ പേര അല്ലെങ്കിൽ പാര എൻറ്റിറോൺ എന്ന് പറഞ്ഞാൽ എന്താ? പാര മീൻ ബിസൈഡ്, എൻറ്റിറോൺ മീൻ GI അല്ലെ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ. സോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട് അല്ലാത്ത ഒരു മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹാർവേ ഇൻ 1660. പുള്ളിയാണ് ആദ്യമായിട്ട് ഒരു പേരൻട്രൽസിന്റെ ഫോർമുലേഷനെ പറ്റി ചിന്തിക്കുന്നത്. സോ പേരൻട്രൽസ് നമുക്കറിയാം രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലാർജ് വോളിയം പേരൻട്രൽസ്, സ്മോൾ വോളിയം പേരൻട്രൽസുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലാർജ് വോളിയം പേരൻട്രൽസ് ആണെന്നുണ്ടെങ്കിൽ 100 ml അതിന് മുകളിലും ഉള്ളതാണ് ലാർജ് വോളിയം. സ്മോൾ വോളിയം ആണെങ്കിലോ 100 ml താഴെ 99 ml വരെയാണ് സ്മോൾ വോളിയം പേരൻട്രൽസ്. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്, ഏത് തരത്തിലുള്ള കണ്ടെയ്നർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലാർജ് വോളിയത്തിലാണെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ജനറലി പ്ലാസ്റ്റിക് ബോട്ടിൽസ്. സ്മോൾ വോളിയം ആണെങ്കിൽ ഗ്ലാസോ അല്ലെങ്കിൽ ആംബർ കളറിലുള്ള ആംബ്യൂൾസോ വയൽസോ. നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, TT ഒക്കെ നമുക്ക് എങ്ങനെയാ കിട്ടുക? ആംബ്യൂൾ അല്ലെങ്കിൽ വയലിലൊക്കെ ആയിരിക്കും കിട്ടുക. ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻസ് ഒക്കെ നമുക്ക് ആംബ്യൂൾസിലാണ് കിട്ടുക. അല്ലെങ്കിൽ വയലിലാണ് കിട്ടുക. എന്തുകൊണ്ടാ? കാരണം അവര് സ്മോൾ വോളിയം പെരട്രൽസ് ആണ്. അപ്പൊ സ്മോൾ വോളിയം ആണെങ്കിൽ 100 ml താഴെയും, ലാർജ് വോളിയം ആണെങ്കിൽ 100 ml മുകളിലുമായിരിക്കും കണ്ടെയ്ൻ ചെയ്യുക. ഓക്കെ, ഇനി 100 ml മുകളിലുള്ളവർക്ക് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, 100 ml താഴെയുള്ളവരെ നമ്മൾ ഗ്ലാസ് ആംബ്യൂൾസ് പാക്ക് ചെയ്യും. ഇനി വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത്, ലാർജ് വോളിയത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ഫോർ ഇഞ്ചക്ഷൻസ് ആയിരിക്കും ഉപയോഗിക്കുക. സ്മോൾ വോളിയത്തിലാണെങ്കിലോ ഒന്നെങ്കിൽ ഓയിൽസ് ലൈക്ക് പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ പോലെയുള്ള ഏജന്റുകളോ, അല്ലെങ്കിൽ പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ 600 അല്ലെങ്കിൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷനോ ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സ്മോൾ വോളിയത്തിൽ PG400 അല്ലെങ്കിൽ PG600 അല്ലെങ്കിൽ WF വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ. വെഹിക്കിൾസ് യൂസ്ഡ് ലാർജ് വോളിയത്തിനകത്ത് പോളിഗ്ലൈക്കോൾ ഒന്നും ഉപയോഗിക്കില്ല, വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ മാത്രം. ലാർജ് വോളിയത്തിൽ ഒരു സബ്സ്റ്റൻസും ആഡ് ചെയ്യില്ല. പക്ഷെ ഇത് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ എവിടെയാണ് പ്രിസർവേറ്റീവുകൾ അല്ലെങ്കിൽ ആഡഡ് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്? ലാർജ് വോളിയത്തിലാണോ സ്മോൾ വോളിയത്തിൽ? വെച്ചാൽ സ്മോൾ വോളിയത്തിലാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുക? പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷനകത്ത് ടെർമിനൽ സ്റ്റെറിലൈസേഷൻ ഉണ്ട്. ഓക്കെ, സോ സ്റ്റെറിലൈസേഷൻ, ടെർമിനൽ സ്റ്റെറിലൈസേഷൻ, ജനറലി അസെപ്റ്റിക്കലി ഫിൽ പ്രോഡക്ട്സ്. ഓക്കെ, സോ സ്റ്റെറിലൈസേഷൻ്റെ അകത്ത് ലാർജ് വോളിയത്തിന് ടെർമിനൽ സ്റ്റെറിലൈസേഷനും സ്മോൾ വോളിയത്തിന് ഫിൽ ബൈ അസെപ്റ്റിക് ടെക്നിക്സും ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ലാർജ് വോളിയം IV സെറ്റ് ഉപയോഗിച്ചും സ്മോൾ വോളിയം സിറിഞ്ചും നീഡിലും ഉപയോഗിച്ചിട്ടും ആയിരിക്കും. ഓക്കെ, ലാർജ് വോളിയം പേരൻട്രൽ എന്തിനാ ഉപയോഗിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഒരു സപ്പോർട്ടീവ് ആയിട്ട്. ഓക്കെ,
ഒരു ന്യൂട്രിയന്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് മെഷർമെന്റ് ആയിട്ടാണ് നമ്മൾ ലാർജ് വോളിയം പെരൻട്രൽസ് ഉപയോഗിക്കുന്നത്. സ്മോൾ വോളിയം ഒരു ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് പർപ്പസിനാണ് നമ്മൾ സ്മോൾ വോളിയം പെരൻട്രൽസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇതുവരെ? ഇനി കണ്ടെയ്നേഴ്സ് ആൻഡ് ക്ലോഷേഴ്സ്. The material used for packing of parenterals product should be of very high quality. അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പേരൻട്രൽസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള്. പേരൻട്രൽസ് ഉപയോഗിക്കുന്ന സമയം വി ഹാവ് ടു ബി വെരി മച്ച് കോഷ്യസ് അല്ലെ. പേരൻട്രൽസ് യൂസ് ചെയ്യുന്ന സമയം അതിന്റെ ക്വാളിറ്റി അതെങ്ങനെയുണ്ട്, ഫ്രീ ഫ്രം പാർട്ടിക്കിൾസ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. സോ കണ്ടെയ്നേഴ്സ് ആൻഡ് ക്ലോഷേഴ്സ് പറയുമ്പോൾ അവർക്ക് കുറച്ച് ക്യാരക്ടേഴ്സും കുറച്ച് ക്വാളിറ്റീസും ഒക്കെ ഉണ്ട്. ദേ ഷുഡ് ബി ഫിസിക്കലി അല്ലെങ്കിൽ കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. They should be transparent to observe the product. ഇപ്പൊ നമ്മള് എന്താ പറയാ സീലിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പ്രോഡക്റ്റ് ആക്സസിബിൾ ആയിരിക്കണം. ഡു നോട്ട് പെർമിറ്റ് ഡിഫ്യൂഷൻ എക്രോസ് ഐദർ സൈഡ്. രണ്ട് സൈഡിലുള്ള എന്താ പറയാ ഡിഫ്യൂഷനും പെർമിറ്റ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് പെർമിറ്റ് ഡിഫ്യൂഷൻ എക്രോസ് ഐദർ സൈഡ്. മസ്റ്റ് ഹാവ് adequate strength for holding the product during shipment. Okay, ഷിപ്മെന്റ് സമയത്ത് ഒരു adequate strength പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. Then glass containers. Glass is used as a container material for choice of injectables. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു നല്ല ക്വാളിറ്റി വേണം, ഫിസിക്കലി കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം, adequately ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ഡിഫ്യൂഷൻ രണ്ട് വശത്തേക്കുമുള്ള ഡിഫ്യൂഷൻ പെർമിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഷിപ്മെന്റ് സമയത്ത് ഈ പറയുന്ന മെറ്റീരിയൽ ആഡിക്വേറ്റ് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗ്ലാസ് കണ്ടെയ്നേഴ്സിനെ പറ്റിയിട്ടാണ്. ഈ ഗ്ലാസ് കണ്ടെയ്നേഴ്സിന്റെ മെറ്റീരിയൽ എന്താ? ഗ്ലാസ്. ഇത് നമ്മൾ മിക്കവാറുള്ള എല്ലാ ഇൻജെക്റ്റബിളിനും ഗ്ലാസ് തന്നെയായിരിക്കും കൊടുക്കുന്നത്. ഗ്ലാസ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് സിലിക്കൺ ഡയോക്സൈഡിന്റെ കൂടെ കുറച്ച് ഓക്സൈഡുകളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് വിത്ത് പെർസെൻറ്റേജ് ഓഫ് അതർ ഓക്സൈഡുകൾ. സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ, ബോറോൺ ഇത്തരം സാധനങ്ങളുടെ ഓക്സൈഡുകളും സിലിക്കൺ ഡയോക്സൈഡും കൂടെ ചേരുന്നത് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഗ്ലാസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. ബേസിക് സ്ട്രക്ചർ ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? സിലിക്കൺ ഓക്സൈഡും ബോറിക് ഓക്സൈഡും കൊണ്ടാണ് ബേസിക് സ്ട്രക്ചർ പ്രിപ്പയർ ചെയ്യുക. സോ സിലിക്കൺ ഡയോക്സൈഡ്, ബോറിക് ഓക്സൈഡ്, പിന്നെ ഓക്സൈഡുകൾ കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ, ബോറോൺ പോലെയുള്ളവരുടെ ഓക്സൈഡുകൾ. സോ ബോറിക് ഓക്സൈഡ് ആൻഡ് സിലിക്കൺ ഓക്സൈഡ് ആണ് പ്രധാനപ്പെട്ട രണ്ട് ആളുകൾ. ഓക്കെ, സോ ദ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ക്ലാസിഫൈഡ്. അപ്പം 4 തരത്തിലുള്ള ഗ്ലാസുകളെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4 അല്ലെങ്കിൽ ന്യൂട്രൽ ഗ്ലാസ് എന്ന് പറയും. അപ്പം ഇതിന്റെ ഓരോന്നിന്റെയും ഒരു റിക്വയർമെന്റ് ഇതൊക്കെ എന്താ പറയാ എല്ലാ വർഷവും എന്ന് വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. So first one is type 1 borosilicate, mainly composed of silicon dioxide and boric oxide. ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സിലിക്കൺ ഡയോക്സൈഡും അതേപോലെ തന്നെ ബോറിക് ഓക്സൈഡും കൂടെ ചേർന്നാണ് ഈ ഗ്ലാസ് അപ്പാരറ്റസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം സിലിക്കൺ ഡയോക്സൈഡും ബോറിക് ഓക്സൈഡും എന്ന് പറയുന്നത് ദേ ആർ കമ്പോസ്ഡ് ഫോർ ഹൈ റെസിസ്റ്റൻസ് ടു ആൽക്കലൈ അറ്റാക്ക്. ഓക്കെ, സോ ഇങ്ങനത്തെ കമ്പോസിഷൻസ് എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ റെസിസ്റ്റൻസ്, നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം ടു ആൽക്കലൈ അറ്റാക്ക്. ഓക്കെ, സോ ടൈപ്പ് 1 നല്ല ക്വാളിറ്റിയാണ്. ബോറോസിലിക്കേറ്റ് ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ. ടൈപ്പ് 2 ബോറോസിലിക്കേറ്റ് എന്ന് പറയുന്നത് ബോറോസിലിക്കേറ്റ് ഗ്ലാസിന്റെ 4 ക്ലാസിഫിക്കേഷൻ. 2
it comprises of compound of relatively high percentage of calcium അല്ലെങ്കിൽ സോഡിയം ഓക്സൈഡ്. അപ്പൊ ക്ലാസ് 1 നമ്മൾ പറഞ്ഞു, ക്ലാസ് 1 എന്താണ്? സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ബോറിക് ഓക്സൈഡ് ആണ് മെയിൻ കമ്പോണൻസ്. ഓക്കെ, രണ്ടാമത്തതാണെങ്കിലോ സോഡിയം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡുകളാണ് പ്രധാനം. മൂന്നാമത്തത് സോഡ ലൈം ഗ്ലാസ് ആണ്. ഓക്കെ, മൂന്നാമത്തത് സോഡ ലൈം ഗ്ലാസ് ആണ്. വിച്ച് ഈസ് ഹാവിങ് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് മാത്രമേ അത് തരുള്ളൂ. ആൻഡ് പേരെൻട്രൻസ് പാക്ക് ചെയ്യാനായിട്ട് അത് നമുക്ക് പൊതുവെ നമ്മൾ എടുക്കാറില്ല കേട്ടോ. ഈ ടൈപ്പ് 3 ബോറോസിലിക്കേറ്റ് അതെന്തായിരുന്നു, സോഡ ലൈം ഗ്ലാസ് നമ്മൾ പൊതുവെ പേരെൻട്രൻസ് പാക്ക് ചെയ്യാനല്ല, ഈ ലിക്വിഡ് പ്രിപ്പറേഷൻസ് ആണ്, ഡ്രൈ സിറപ്പ്, ഓറൽ ലിക്വിഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനാണ് സോഡ ലൈം ഗ്ലാസ് ഉപയോഗിക്കുന്നത്. അടുത്ത NP ഗ്ലാസ്. NP ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി കമ്പോസ്ഡ് ഓഫ് സോഡ ലൈം അല്ലെങ്കിൽ സോഡ ആഷ് വിച്ച് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കണ്ടെയ്നേഴ്സ് യൂസ്ഡ് ഫോർ പാരന്റൽ പ്രിപ്പറേഷൻ. സോ ന്യൂട്രൽ എന്ന് പറയുന്ന ഗ്ലാസ് എന്താണ്? മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് സോഡ ലൈമും സോഡ ആഷും ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൻഡ് പേരൻട്രൽസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നർ ആണോ? അല്ല. അപ്പൊ 4 കാര്യങ്ങൾ പഠിച്ചു. ഇതൊക്കെയാണ് ടൈപ്പ് 1. ആരാ? ബോറോസിലിക്കേറ്റ്. ആരൊക്കെ കൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്? സിലിക്കൺ ഓക്സൈഡ്, ബോറിക് ഓക്സൈഡ് അല്ലെ? ബോറിക് ഓക്സൈഡ്, സിലിക്കൺ ഓക്സൈഡ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഹൈലി റെസിസ്റ്റന്റ് ആണ് പാരന്റൽസ് പ്രിപ്പയർ ചെയ്യാൻ. ടൈപ്പ് 2 എന്താണ്? സോഡിയം അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ ഓക്സൈഡുകളാണ്, ലെസ് റെസിസ്റ്റന്റ് ആണ്. സൾഫർ ഡയോക്സൈഡ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. ടൈപ്പ് 3 എന്താണ്? സോഡ ലൈം ഗ്ലാസ് ആണ്. ഇതിനകത്ത് പേരൻട്രൽസ് എടുക്കത്തില്ല, ഡ്രൈ സിറപ്പും അല്ലെങ്കിൽ സൊല്യൂഷൻസ്, സിറപ്പ് സൊല്യൂഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ന്യൂട്രൽ ആകുമ്പോഴോ സോഡ ലൈമും സോഡ ആഷും ആണ്. ഇത് നമ്മൾ പൊതുവെ എന്തിനുപയോഗിക്കുക? പേരൻട്രൽസ് അല്ലാത്ത പ്രിപ്പറേഷൻസിനായിരിക്കും ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഹൈഡ്രോലിറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റ്. ഓക്കെ, ഹൈഡ്രോലിറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റിനകത്ത് പറയുന്നത് എന്താ? ദ ടെസ്റ്റ് ഇസ് പെർഫോംഡ് ഓൺ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, വിച്ച് വിൽ ബി യൂസ്ഡ് ഫോർ പാക്കിംഗ് അക്കോർഡിംഗ് ടു ദ ഫാർമക്ക. സോ ഫാർമക്കോപ്പിയക്കകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് നമ്മൾ പാക്ക് ചെയ്യുന്ന മെറ്റീരിയൽ ഫോളോ ചെയ്യുന്നുണ്ടോ? ഹൈഡ്രോലറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ blank determination of acid base titration. So hydrolytic resistance test നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്ലാങ്ക് ടൈട്രേഷൻ, ആസിഡ് ബേസിന്റെ ബ്ലാങ്ക് ടൈട്രേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോലിറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് ആൽക്കലൈ എന്ത് ചെയ്യും? ആൽക്കലൈ സൊല്യൂഷനിലേക്ക് ചേരും. എന്നിട്ട് ഡ്യൂറിങ് തെർമൽ സ്റ്റെറിലൈസേഷൻ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 0.1 നോർമൽ HCl ഇൻഡിക്കേറ്റർ ആയിട്ട് മീഥൈൽ റെഡിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹൈഡ്രോലിറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹൈഡ്രോലിറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റ്. പ്രിൻസിപ്പിൾ എന്താ? ബേസ്ഡ് ഓൺ ബ്ലാങ്ക് ഡിറ്റർമിനേഷൻ ഓഫ് ആസിഡ് ബേസ് ടൈട്രേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അവിടെ 0.1 നോർമൽ HCl ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, യൂസിങ് മീഥൈൽ റെഡ് ആസ് ഇൻഡിക്കേറ്റർ. So giving a color change from yellow to pink. മീഥൈൽ റെഡ് ആണ്. ആ കളർ ചേഞ്ചും കൂടെ നോക്കണം. മീഥൈൽ റെഡ് ആണ് ഇൻഡിക്കേറ്റർ, യെല്ലോവിൽ നിന്നൊരു പിങ്ക് കളറാണ്. 0.1 നോർമൽ HCl ഉപയോഗിച്ചാണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൈഡ്രോലിറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റ്. ഇനി പ്ലാസ്റ്റിക്കുകളെ പറ്റി പറയാം. പ്ലാസ്റ്റിക് നമുക്ക് പറഞ്ഞു, ഇപ്പൊ ലാർജ് വോളിയം പേരൻട്രൽസ് ആണ്, 100 ml കൂടുതലൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ചുമ്മാ ഏതെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അതിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഈസിലി മോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്, ഹീറ്റും പ്രഷറും ഒക്കെ കൊടുത്ത് ഈസിലി മോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, 2 തരത്തിലുണ്ട്, തെർമോസ്റ്റാറ്റും തെർമോപ്ലാസ്റ്റിക്കും. ഓക്കെ, തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? This is the plastic that cannot be recycled once it is fabricated. Okay, ഒരിക്കൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ് തെർമോസ്റ്റാറ്റ്. സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സ്ഡ് അല്ലെ? സ്റ്റാച്യു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ് ആവാന്നുള്ള അർത്ഥം അല്ലെ? സോ
തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാക്കി അങ്ങനെ തന്നെ പിന്നെ റീയൂസ് ചെയ്യാനോ റീഫാബ്രിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. തെർമോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാലോ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അതാണ് തെർമോ പ്ലാസ്റ്റിക്. സോ തെർമോസ്റ്റാറ്റും ഉണ്ട് തെർമോ പ്ലാസ്റ്റിക്കും ഉണ്ട്. വ്യത്യാസം സിമ്പിൾ ആണ്. തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തെർമോസ്റ്റാറ്റ് തെർമോ ഫേബ്രിക് അല്ലെങ്കിൽ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത്തരത്തിലുള്ള ഫാബ്രിക്കുകള് നമുക്ക് റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റും. പോളിവീനൈൽ ക്ലോറൈഡ്, പോളിപ്രൊപ്പിലീന്, പ്രൊപ്പിലിയത്തിലീൻ, ഒന്ന് ക്ലൂ എഴുതിയിട്ടെ. PVC, PP, PE. PVC എന്താ? പോളിവീനൈൽ ക്ലോറൈഡ്. PP എന്താ? പോളിപ്രൊപ്പിലി. PE എന്താ? പോളിയെത്തിലീൻ. സോ കെമിക്കലി പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ടുകൾ തന്നെയാണ്. അവരെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? പോളിമറൈസേഷൻ ഓഫ് മോണോമേഴ്സ്. ഓക്കെ, പോളിമറൈസേഷൻ ഓഫ് സ്മോൾ മോളിക്യൂൾസ്. ആ സ്മോൾ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് മോണോമേഴ്സ്. ഓക്കെ, സോ parentals can be packed in a containers made from thermoplastics. So parentals നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനത്തെ കണ്ടെയ്നേഴ്സിൽ സ്റ്റോക്ക് ചെയ്യാനാണ്? ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം തെർമോപ്ലാസ്റ്റിക്സിൽ ആയിരിക്കും നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യാം. ഐഡിയലി പ്ലാസ്റ്റിക് കുറച്ച് ക്യാരക്ടേഴ്സ് കാണിക്കണം അല്ലെ? എന്തൊക്കെയാ? ഒന്ന് ഇനേർട്ട് ആയിരിക്കണം. രണ്ട് അഡിറ്റീവ്സ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസിലുള്ള അഡിറ്റീവ്സ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. മൂന്ന്, ദർ ഷുഡ് ബി ലീസ്റ്റ് പെർമിയബിലിറ്റി. വാട്ടർ വേപ്പർ ഗ്യാസും കുറച്ച് മാത്രമേ ലീസ്റ്റ് ആയിട്ട് പെർമിയബിലിറ്റിയെ കാണിക്കാവൂ. നോ സർഫസ് അഡ്സോർപ്ഷൻ ഓഫ് ഡ്രഗ് ഫ്രം ദ സൊല്യൂഷൻ. സൊല്യൂഷന്റെ സർഫസ് ആണ് ഒരു തരത്തിലുള്ള അഡ്സോർപ്ഷനും ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അപ്പൊ ആ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എല്ലാവരുടെ കയ്യിലും ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടോ? ഈ ടെക്സ്റ്റ് നോക്കിയാണോ നിങ്ങളും പഠിക്കുന്നത്? എങ്ങനെയാ പഠിക്കണേ? DJ പട്ടേൽ ഉണ്ട്. ഞാൻ ഫോട്ടോ ഇടാം, അല്ലെങ്കിൽ ഞാൻ PDF ഷെയർ ചെയ്ത് തരാം കേട്ടോ. DJ പട്ടേൽ എന്നാണ് നമ്മുടെ ടെക്സ്റ്റിന്റെ പേര്. സോ ഡിഫറൻസ് നോക്കാം. ഗ്ലാസും പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓക്കെ, സോ ഏറ്റവും ആദ്യം ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് എങ്ങനത്തെ മെറ്റീരിയൽ ആയിരിക്കും? ഒരു ഹൈ വെയിറ്റ് മെറ്റീരിയൽ ആയിരിക്കും. പ്ലാസ്റ്റിക് ആണെങ്കിലോ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആയിരിക്കും. നേച്ചർ ആണെങ്കിലോ ബ്രിട്ടിൽ ആയിട്ടുള്ളതായിരിക്കും. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളാണെങ്കിലോ നോൺ ബ്രിട്ടിൽ ആയിട്ടുള്ള ഏജന്റ് ആയിരിക്കും. പക്ഷെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എന്താ? കൊളാപ്സിബിൾ ആണ്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. മനസ്സിലായോ? നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെയും ഗ്ലാസിന്റെയും വ്യത്യാസങ്ങളാ പറയുന്നത്. അപ്പം വെയിറ്റ് എടുത്ത് ആലോചിക്കാൻ അറിയാലോ. ഗ്ലാസ് ആയിരിക്കില്ല എപ്പോഴും വെയിറ്റ് കൂടിയത്. സോ ഹൈ വെയിറ്റ് ആണ് ഗ്ലാസ്. പ്ലാസ്റ്റിക് ലൈറ്റ് വെയിറ്റ്. നേച്ചർ എന്താണ്? ബ്രിട്ടിൽ ആയിട്ടുള്ളവയാണ്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സോ നോൺ ബ്രിട്ടിൽ ആണ്, പക്ഷെ കൊളാപ്സിബിൾ ആണ്. കെമിക്കൽ കോമ്പാക്റ്റബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ, കെമിക്കൽ കോമ്പാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എങ്ങനെയായിരിക്കും കെമിക്കലിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് കെമിക്കൽ കോമ്പാക്റ്റബിലിറ്റിയിൽ നമ്മൾ നോക്കുന്നത്. സോ കെമിക്കൽ കോമ്പാക്റ്റബിലിറ്റിയിൽ പറയുന്നത് ഇറ്റ് വിൽ റിലീസ് ആൽക്കലൈ ഇൻറ്റു സൊല്യൂഷൻസ് ഓൺ തെർമൽ സ്റ്റെറിലൈസേഷൻ. സോ നമ്മൾ തെർമൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ചൂട് കൊടുത്ത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയം എന്ത് സംഭവിക്കും? അതിലുള്ള കെമിക്കൽസ് ആ പർട്ടിക്കുലർ ആൽക്കലൈയിലേക്ക് പതിയെ റിലീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സോ കെമിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലൈ ആ സൊല്യൂഷനിലേക്ക് ചൂട് കൊടുക്കുന്ന സമയം റിലീസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റും. നെക്സ്റ്റ് വൺ, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് inert one with the solutions on heating. Okay, സോ പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാസ് പോലെയല്ല, ഹീറ്റ് കൊടുത്താൽ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അത് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാണിക്കില്ല. ഓക്കെ, ദെൻ ട്രാൻസ്പെറൻസി പറയുകയാണെങ്കിൽ ഗ്ലാസ് ട്രാൻസ്പെറന്റ് ആണല്ലോ. പ്ലാസ്റ്റിക് പക്ഷെ നിങ്ങൾ IV ഫ്ലൂയിഡ് ഒക്കെ എടുക്കുന്ന കണ്ടെയ്നർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ലെസ് ട്രാൻസ്പെറന്റ് ആൻഡ് conveniently opaque. Okay, then packing and closure and sealing. So packing, closure, sealing ഒക്കെ ഗ്ലാസിന്റെ കേസിലുള്ള ഒരു മെഷീന്റെ കൂടെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്.
ഓക്കെ, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിന്റെ കേസിലോ FFS എന്നൊരു ടെക്നോളജി. എഫ് എന്താ? ഫോം. എഫ് എന്താണ്? ഫിൽ. എസ് എന്താണ്? സീൽ. സോ ഫോം, ഫില്ല്, സീൽ. അതാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിന്റെ ഒരു പാക്കിംഗ് ആൻഡ് ക്ലോഷർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് അസെപ്റ്റിക് ഏരിയ. എന്താ അസെപ്റ്റിക് ഏരിയ? എന്താ അസെപ്റ്റിക് ഏരിയ എന്ന് പറഞ്ഞ? അസെപ്റ്റിക് ഏരിയ എന്താ? ഒരു ക്ലീൻ ഏരിയ അല്ലെ അസെപ്റ്റിക് ഏരിയ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എൻ അസെപ്റ്റിക് ഏരിയ അല്ലെങ്കിൽ ക്ലീൻ ഏരിയ. പേരൻട്രൻസ് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്റ്റെറൈലായിട്ട് ഇരിക്കേണ്ട ഒരു സാധനം. സോ അത് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതേ ഒരു സ്റ്റെറിലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ദിസ് അസെപ്റ്റിക് കണ്ടീഷൻസ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബിക്കോസ് ഓഫ് ദ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ടു ദ ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡ് സർക്കുലേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ പെരന്റൽ ഫോർമുലേഷൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രിക്വേഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് ഈസ് എൻ എൻറ്റയർലി സീൽഡ് ഏരിയ ഫ്രം ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയർ ടു കീപ് അസെപ്റ്റിക് എൻവിറോൺമെന്റ് ഫ്രീ ഫ്രം ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ കണ്ടാകുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ളത് ബയോളജിക്കൽ ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അസെപ്റ്റിക് ആയിട്ട് വരുന്ന ഡേർട്ട് പാർട്ടിക്കിൾസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? സീൽ ചെയ്യണം. ഓക്കെ, therefore at the time of designing and constructing the aseptic area, one must keep in mind the essentials which composed of civil work to HVAC, high ventilating and air conditioner, and electrical wire ആയിക്കോട്ടെ, switch ആയിക്കോട്ടെ, air conditioner ആയിക്കോട്ടെ, all these very much essential. ഇതെല്ലാം വളരെയധികം പ്രധാനമാണ്. Then the walls facing outside should have double walled glass partition. കണ്ടോ? പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന വാള് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് ഡബിൾ വാൾഡ് ഗ്ലാസ് പാർട്ടീഷൻ ആയിരിക്കണം. മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് ആ വാളിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ഫ്ലോറും സീലിങ്ങും ഒക്കെ ആയിട്ട് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സീലിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് മെറ്റീരിയൽ, അതിന്റെ റുട്ടീൻ ആയിട്ടുള്ള SIP CIP റിക്വയർമെന്റുകള്, കെമിക്കൽസ്, ഫ്യൂമിഗേഷന്, ഓക്കെ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി യൂസ്ഡ്. ഓക്കെ, അതെല്ലാം ഉപയോഗിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട്. നമ്മൾ എന്താ പറഞ്ഞത്? വാൾസ് ഫേസിങ് ഔട്ട്സൈഡ് ഹാസ് ടു ബി ഡബിൾ വാൾഡ് ഗ്ലാസ് പാർട്ടീഷൻ ആയിരിക്കണം. ദ മെറ്റീരിയൽ യൂസ്ഡ് ഷുഡ് പ്രൊട്ടക്ട് ദ വാൾ, flooring, then the ceiling from material handling, then routine SIP CIP of equipments, chemicals are used for fumigation of aseptic area, then plastic, aluminum, ടെറാസോ പോലെയുള്ള ഏജന്റുകൾ, എക്സ്പോസി പെയിന്റുകളൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? We have to use epoxy. Paint has to be used. Okay, so the persons working in such an area should follow some guidelines അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ്. അപ്പം ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഷെഡ്യൂൾ എം പ്രകാരം പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ കുറച്ച് കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ഒന്ന്, അവരുടെ നേച്ചർ അനുസരിച്ച് അതോ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ നേച്ചർ. ക്ലാസ് 100, ക്ലാസ് 10,000, ക്ലാസ് 100,000 അല്ലെങ്കിൽ 1 lakh. ഓക്കെ, സോ ക്ലാസ് 100 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്
0.5 മൈക്രോണിനേക്കാൾ താഴെ അല്ല കൂടുതലായിരിക്കണം പെർ ക്യൂബിക് ഫീറ്റ് ഓഫ് എയർ ആൻഡ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 100. അപ്പം 0.5 മൈക്രോണിന്റെയും 100ന്റെയും ഇടയിലുള്ളതാണ് ഗ്ലാസ് 100 എന്ന് പറയുന്നത്. ഇനി ഗ്ലാസ് 10,000 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ ക്യൂബിക് ഫീറ്റ് ഓഫ് എയർ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 micron, and 5 micron should not be more than 100,000 and 70 respectively. Next class 1 lakh അവിടെ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുന്നത് 0.5ന്റെയും 5 മൈക്രോണിന്റെയും ഇടയിലായിരിക്കണം. പക്ഷെ 1,00,000 മൈക്രോണിന്റെയും 700ന്റെയും 1000ന്റെയും റെസ്പെക്റ്റീവ് ആയിട്ട് കൂടാനും പാടില്ല. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ടു അച്ചീവ് ദ എബവ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഫിൽറ്റേഴ്സ് ആണ്. പോസിറ്റീവ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും, കൂൾ എയർ അത് 27°C പോലെ 25 മുതൽ 27 വരെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഹെപ്പ ഫിൽറ്റർ ആൻഡ് ലാമിനാർ ഫ്ലോ, UV ലൈറ്റ് ലാമ്പ്, ഇത്രയുമാണ് ബേസിക് ആയിട്ട് വേണ്ടത്. സ്റ്റെറൈൽ ഗാർമെന്റ്, ഗം ബൂട്ട്സ്, സർജിക്കൽ ഗ്ലൗസ്, ഡിസിൻഫെക്റ്റൻസ്, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ്ങിന്റെ ഒരു ഏരിയ. ബാക്കി കുറച്ചു ഏരിയയും കൂടെ ഉള്ളൂ. ഹെപ്പ ഫിൽറ്റേഴ്സ്, സ്റ്റെറൈൽ, പ്രൊഡക്റ്റീവ് ഫെസിലിറ്റി, അങ്ങനെ കുറച്ച് ഏരിയയും കൂടെ ഉള്ളൂ. അങ്ങനെ ഓരോന്നും ഹെഡിങ് ആയിട്ട് ഗ്രൂപ്പിലേക്ക് വോയിസ് ആയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.